അന്ന് ഭരിക്കുന്ന ആരാന്ന് പോലും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. മോദിജി നല്ല മനുഷ്യനാണ്. എനിക്ക് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഇത് സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചരിത്രമാണ് ചേച്ചി. ഈ സാധനം ആരും ഇവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. കേട്ടോ, അപ്പൊ ഈ പറഞ്ഞത് മൊത്തം സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റഡ് എന്ന് വെച്ചാ അത് അവര് നല്ല രീതിയിൽ എഴുതി തന്നത്. എനിക്കതിനെ പറ്റി വല്ല വിവരം വേണ്ടേ? ഇല്ല. അപ്പൊ അതായത് അന്നത്തെ പ്രൊഡ്യൂസർ, അതായത് ജയകുമാർ സാറ്, പുള്ളിക്കാരൻ എൻ്റെ ഒരു ഗോഡ് ഫാദറിനെ പോലെ. കാരണം എനിക്ക് തന്നൊരു ബ്രേക്കാണ്, ശരിക്കും എൻ്റെ ഒരു ബ്രേക്കായിരുന്നു ചന്ദനമഴ. അപ്പൊ അതിനു മുൻപ് ദൈവം തந்த വീട്, അതും അവിടെ തമിഴില് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതിന്റെയും സെയിം പ്രൊഡ്യൂസർ തന്നെയായിരുന്നു ജയകുമാർ സാറ്. അപ്പൊ സാറ് പറഞ്ഞു, മോളെ ഇങ്ങനെ BJP-യുടെ ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട്, മോള് വന്നിട്ട് ആ സ്ഥാനാർത്ഥിക്ക് ഒന്ന് വോട്ട് കൊടുക്കണം കേട്ടോ, ഒന്നൊന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഫൈൻ, നമ്മുടെ ഒരു സാറ് നമ്മുടെ അടുത്ത് പറയല്ലേ. അപ്പോഴാണെങ്കിൽ നമുക്ക് ഇപ്പം ദൈവത്തെ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഒരേ സമയം സൗത്ത് ഇന്ത്യ, അതായത് തമിഴിലും മലയാളത്തിലും ഒരേപോലെ തന്നെ ഹിറ്റ് കൊടുക്കാൻ പറ്റുന്ന അത് കൊടുക്കാൻ പറ്റണമെങ്കിൽ മൂപ്പരല്ലായിരുന്നു കാരണം. പ്രൊഡ്യൂസർ ഇല്ലാണ്ട് നമ്മളുണ്ടാവില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഇതാണ് മൂപ്പര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ നോ പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് പോയിട്ട് സാർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇത്ര വലിയ ക്യാമ്പയിനാണ്, ഇത്ര വലിയ മഹാസംഭവമാണ്, കേരളത്തിലെ ഒരു ഭയങ്കര വോട്ട് അങ്ങനെ എനിക്കറിയില്ല. നമ്മളൊരു ഇനാഗ്രേഷനോ ഒരു എവിടെയെങ്കിലും ഒന്ന് വരണട്ടോ എന്ന് പറയുമ്പോ പോണ ഒരു ലാഘവത്തോടെ ഞാൻ പോയിട്ടുള്ളൂ അവിടെ.